Ladies and gentlemen, this is Adarsh and welcome to my comedy. Mardani 3. So, നമ്മുടെ ഇവിടെ ആട് പോലെ ബോളിവുഡിലത്തെ ഒരു ഹിറ്റ് ഫ്രാഞ്ചൈസ് ആണ് മർദാനി. സോ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് 2014 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് എ ഹ്യൂജ് ഹിറ്റ്. സെക്കൻഡ് പാർട്ടും ഹിറ്റാണ് ആൻഡ് തേർഡ് പാർട്ട് എങ്ങനെയുണ്ട് എന്താണ് അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത്. സോ മർദാനി 3 is streaming on Netflix. സോ നിങ്ങൾ മർദാനിയുടെ ഒരു പടവും കണ്ടിട്ടില്ല, മർദാനി ഫ്രാഞ്ചൈസിന്റെ ഒരു പടവും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തേർഡ് പാർട്ട് കാണാം, ഒരു ഇഷ്യൂ ഇല്ല. ഇതൊക്കെ സ്റ്റാൻഡ് അലോൺ സീക്വൽസ് ആണ്. ഓൾമോസ്റ്റ് മർദാനിയുടെ എല്ലാ പടത്തിലും സെയിം കഥ തന്നെയാണ്. ഈ വുമൺ ട്രാഫിക്കിങ്, ചൈൽഡ് ട്രാഫിക്കിങ്, അതേപോലെ തന്നെ വുമൻസിനെ റേപ്പ് ചെയ്യുന്ന സൈക്കോപാത്തിനെ പിടിക്കാം, ഇതിനൊക്കെ എതിരെ നിൽക്കുന്ന റാണി മുഖർജി എന്ന പോലീസ് ഓഫീസറിന്റെ കഥയാണ് എല്ലാ മർദാനിയിലും പറഞ്ഞു പോകുന്നത്. ഇതിലും സെയിം സാധനം തന്നെയാണ്. ഫസ്റ്റ് പാർട്ട് കിഡു ആയിരുന്നു. ദാറ്റ് വാസ് ആക്ച്വലി വെരി നൈസ്. എന്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് ഈ മൂന്നെണ്ണത്തിൽ. സെക്കൻഡ് പാർട്ടും നൈസ് ആയിരുന്നു. എന്നാൽ തേർഡ് പാർട്ട് ഒരു പാതി വെന്ത കേക്ക്, ഹാഫ് ബേക്ക്ഡ് കേക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് നല്ല രസമായിരുന്നു. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ദാറ്റ് വാസ് വെരി നൈസ്. കിഡു ആയിരുന്നു ഫസ്റ്റ് ഹാഫ്. അതായത് റാണി മുഖർജിയുടെ ഇൻട്രോ ഒരു ഫൈറ്റ് സീക്വൻസ് ആയിട്ട് അടിപൊളിയായിരുന്നു. ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് റാണി മുഖർജി മാത്രമാണ്. ആൾ ആക്ഷൻ സീക്വൻസ് ഒക്കെ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. വൃത്തിക്ക് ചെയ്യുന്ന വെച്ചാൽ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വീണ്ടും ഞെട്ടിക്കാൻ പോണു പറയുമ്പോ സെക്കൻഡ് ഹാഫ് തട്ടി കൂട്ടിയിട്ട് റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നീട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഇന്റർവെൽ സമയത്ത് തന്നെ നമുക്ക് ഇതിന്റെ വില്ലൻ ആരാണ്, വില്ലത്തി ആരാണ് ഇതൊക്കെ പറയും. പിന്നെ സെക്കൻഡ് പാർട്ടില് വെറുതെ ഈ വലിച്ചു നീട്ടി ഏകദേശം 2 മണിക്കൂറേ ഉള്ളൂ. അതുവരെ ഭയങ്കര കൂടിയൊരു ഡ്യൂറേഷൻ ആയിട്ടാണ് തോന്നിയത്. ആദ്യമായിട്ട് എടുത്തു പറയേണ്ടത് ഇതിലൊരു വില്ലത്തി ഉണ്ട്. കമ്മ കൊമ്മ അമ്മ, ഒരു പരട്ടക്കളവി. സീരിയസ്ലി ഒരു പരട്ടക്കളവി. കാണുമ്പോ ദേഷ്യം വരുന്നു. അതിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ തല്ലിക്കൊല്ലാൻ തോന്നും. അജാതി വെറുപ്പിക്കലായിരുന്നു. എന്നിട്ട് അതിന്റെ ഭാഗം ഒരു പാട്ട്, അതിന് പറ്റിയ ഒരു പുത്രനുണ്ട്. ഏത് നേരം കൊമ്മ കൊമ്മ വിളിച്ച് നടക്കണ ഒരു നിർഗുണ വില്ലൻ പറഞ്ഞ ലോക നിർഗുണൻ. വലിയ വില്ലനാണ്. ഇത്ര ഉണ്ടയാണ്. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കുറച്ചൊരു 10-15 മിനിറ്റും കൂടി ഡ്യൂറേഷൻ കൂട്ടിയിട്ട് അവിടെ നിർത്തിയിട്ട് വെച്ചാൽ നല്ല സിനിമ ആയിരുന്നു. ഇത് വീണ്ടും വലിപ്പിച്ച് കാറ്റ് ആൻഡ് മൗസ് ഗെയിം പ്ലേ പോലെ സീൻ ബൈ സീൻ ഇത് ട്വിസ്റ്റ് പ്രഡിക്റ്റബിൾ ആണ്. ഏതൊരു സിനിമയിലും ഒരുത്തൻ വലിയ നിഷ്കളങ്കനും നിഷ്കുവായി കാണിച്ചെന്ന് വെച്ചോ അവിടെ ഉറപ്പിച്ചോ അവൻ തന്നെയാണ് വില്ലൻ. ആൻഡ് ഇതിൽ സീൻ ബൈ സീൻ പ്രഡിക്റ്റബിൾ ആണ്. ഓരോ ട്വിസ്റ്റും പ്രഡിക്റ്റബിൾ ആണ്. ആൻഡ് ടുവേർഡ്സ് എ ലാസ്റ്റ് റാണി മുഖർജിയുടെ വക ഇവനൊക്കെ ഇത്രയേ ഉള്ളൂ ചേച്ചി, അങ്ങനത്തെ ഒരു സാധനം. ഇടയെ ഒരുത്തനെ കൊല്ലണമെങ്കിൽ കൊന്നിട്ട് ഇപ്പോ അവിടെ വെച്ചിട്ട് അവന്റെ അടുത്ത് ഫിലോസഫി ക്ലാസ് അടിക്കാനും മോറൽ സയൻസ് ക്ലാസ് അടിക്കാനും. അയ്യേ, സ്ത്രീകളെ മാത്രം എന്തുകൊണ്ടാണ് ഉപദ്രവിക്കുന്നത്? ഇതൊക്കെ എന്തോന്ന് നാടകം ഡയലോഗ്സ് നാടകം തോറ്റു. അജാതി ഡയലോഗ്സ്. വില്ലന്റെ ഒക്കെ പെർഫോമൻസ് അൺബെയറബിൾ. ഏത് നേരം അവന് അമ്മ പോസം. ഈ വില്ലന്റെ ചെറുപ്പകാലം കാണിക്കേണ്ട ഒരു പയ്യനായിട്ട് ആ ചെറുക്കൻ കിടുവായിരുന്നു. ആ ചെറുക്കൻ ഈ വില്ലന്റെ പെർഫോമൻസിനേക്കാൾ കിടുവായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ഇത് ചുമ്മാ എന്തൊക്കെയാ കാണിച്ചിട്ട് സ്റ്റിൽ റാണി മുഖർജിക്ക് വേണ്ടിയിട്ട് കാണാവുന്ന പടം. അപരാധമൊന്നും ഞാൻ പറയില്ല. ദിസ് ഇസ് ആക്ച്വലി ആൻ ആവറേജ് ഫിലിം കമ്പയറിംഗ് ടു മർദാനി 1 and 2. ഇത് ഭയങ്കര ആവറേജ് ആയിട്ടുള്ള ഒരു പടമാണ്. സെക്കൻഡ് ഹാഫ് ഒക്കെ ഓഗമായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ വേണ്ടവർ കണ്ടു വെക്കുക. സോ മർദാനി സ്ട്രീമിംഗ് ഓൺ നെറ്റ്ഫ്ലിക്സ്. ഒരു മറ്റേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കില് മറ്റേ റാണി മുഖർജി നടന്നു വരുന്ന സാധനമൊക്കെ നൈസ് ആയിരുന്നു. റാണി മുഖർജി കിട്ടുമായിരുന്നു കേട്ടോ. ആ റോൾ എനിക്ക് തോന്നുന്നില്ല വേറെ ആര് ചെയ്താലും ഇത്ര വൃത്തിയാവുന്ന. പക്ഷെ ട്വിസ്റ്റും പരിപാടിയൊക്കെ വെരി പ്രഡിക്റ്റബിൾ ആയിരുന്നു. സെക്കൻഡ് ഹാഫ് വലിപ്പിച്ച് കൊന്നിട്ട് മനുഷ്യനെ. ടു മീ ദിസ് ഇസ് ആക്ച്വലി ആൻ ആവറേജ് ഫിലിം. സോ വേണ്ടവർ കണ്ടു വെക്കുക. മർദാനി സ്ട്രീമിംഗ് ഓൺ നെറ്റ്ഫ്ലിക്സ്.